നമ്മുടെ ഹോക്കി താരം ശ്രീജേഷിൻ്റെ ഒരു ഇൻ്റർവ്യൂ കഴിഞ്ഞ ദിവസം കണ്ടു. ശ്രീജേഷ് ഒരു ചാനലിൽ നടത്തിയ ഇൻ്റർവ്യൂ പറയുകയാണ് പ്രധാനമന്ത്രിയെ കണ്ട അനുഭവം. അദ്ദേഹത്തിന് മാത്രമാണ് ഇൻവിറ്റേഷൻ ഉണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കുടുംബം അവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ കുടുംബത്തിന് കാണാൻ പറ്റുമോ എന്നൊരു സംശയം ഉണ്ടായിരുന്നു. പുള്ളി PMOയിലേക്കൊരു മെയിൽ അയച്ചു. മെയിൽ അയച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് വിളിച്ചു, പ്രധാനമന്ത്രിക്ക് ഈ കാണാമെന്ന് പറഞ്ഞ ദിവസം തിരക്കാണ്, പിറ്റേ ദിവസം മതിയോ എന്ന് ചോദിച്ചാണ് വന്നത്. പറഞ്ഞില്ല, പിറ്റേ ദിവസം ഞങ്ങൾ തിരിച്ചു പോകുന്നു പറഞ്ഞു. അദ്ദേഹം പിന്നെ അതുകൊണ്ടൊരു ഹോപ്പെല്ലാം പോയി. പക്ഷേ പിറ്റേന്ന് രാവിലെ വിളി വരുന്നു, നിങ്ങൾ എല്ലാവരുമായിട്ട് വരുമെന്ന് പറയുന്നു. അങ്ങനെ വന്ന് ശ്രീജേഷിനെ കാണുന്നു. ശ്രീജേഷ് പറയുകയാണ് ഈ താരങ്ങളെല്ലാം കണ്ടു കഴിഞ്ഞതിന് ശേഷമാണ് ശ്രീജേഷുമായിട്ടുള്ള മീറ്റിംഗ് പ്ലാൻ ചെയ്തിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ പറയുന്നത്, പറ്റുമെങ്കിൽ ആ വീഡിയോ നമുക്ക് ഇതിൻ്റെ കൂടെ കാണിക്കാൻ ശ്രമിക്കാം. അദ്ദേഹം പറയുന്നത്, ഞാനങ്ങ് അത്ഭുതപ്പെട്ടു പോയി. ആ മീറ്റിങ്ങിൽ കണ്ടൊരു മോദിയല്ല കണ്ടത്. എൻ്റെ മകനെ വന്നു കൈക്ക് പിടിച്ചു, അവനെ കൂട്ടിക്കൊണ്ട് പോകുന്നു, അവനോട് ഹിന്ദിയിൽ ചോദിക്കുന്നു, അവൻ ഹിന്ദിയൊന്നും അറിയാമല്ല, അവൻ എസോർണോ എന്നൊക്കെ പറഞ്ഞു. പിന്നെ എല്ലാവരുമായി ഇടപെട്ടൊരു വലിയ കുടുംബകാരനവരെ പോലെ ഇടപെടുന്ന ഇന്ത്യയുടെ പ്രധാനമന്ത്രി ഇങ്ങനെ ഇടപെടുന്നുണ്ട്. ഞാനങ്ങ് സ്തംഭിച്ചു പോയെന്നല്ല, എനിക്കപ്പോൾ തോന്നി ഞാൻ വളരെ അഭിമാനിയായ ഒരു ഭർത്താവ്, ഒരു മകൻ, സഹോദരനൊക്കെ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം പ്രധാനമന്ത്രിക്ക് എന്നോട് ഇത്രയും സ്നേഹവാത്സല്യം ഉണ്ടാവും എന്ന് പറയുമ്പോൾ എൻ്റെ ഭാര്യയ്ക്ക്, അച്ഛന്, അമ്മയ്ക്കൊക്കെ ഉണ്ടാവുന്ന ഒരു അഭിമാനം ഉണ്ടല്ലോ. അങ്ങനെ ഞാൻ എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ അഭിമാനം ആർജിച്ച ഒരു നിമിഷമായിരുന്നു അത് എന്ന് ശ്രീജേഷ് പറയുമ്പോൾ നമുക്കും വലിയ അഭിമാനം ഉണ്ടാവും. രാജ്യത്തിൻ്റെ പ്രധാനമന്ത്രി ഇങ്ങനെയൊക്കെയാണ്. അപ്പോൾ ശ്രീജേഷ് ഇങ്ങനെ വലിയൊരു സന്ദേശം നൽകുകയാണ്. പ്രധാനമന്ത്രിയെക്കുറിച്ച് മാത്രമല്ല, എനിക്ക് തോന്നുന്നു ഹോക്കി എന്ന് പറയുന്ന ഒരു കായിക വിനോദം ഇന്ത്യയുടെ കായിക വിനോദമാണ്. അത് ഇപ്പോൾ വിരമിക്കുന്നു എന്നൊക്കെ പറഞ്ഞു കേൾക്കുന്നു. എന്നാലും കേരളത്തിന് വേണ്ടി ഒരു ഹോക്കി അക്കാഡമി ഉണ്ടാക്കണം. എനിക്ക് തോന്നുന്നത് ഇന്ത്യ ലോകത്തിന് സംഭാവന ചെയ്ത കായിക വിനോദമാണ് ഹോക്കി. പക്ഷേ ഇന്ത്യ ഒരുപാട് പിന്നിലായിരുന്നു. കാലങ്ങളോളം ഇന്ത്യക്ക് ആ മേഖലയിലേക്ക് അടുക്കാൻ പറ്റിയിരുന്നത്. മറ്റ് രാജ്യങ്ങളാണ് ഹോക്കിയുടെ കുലപതികളായിട്ട് മാറിയത്. അപ്പോൾ ശ്രീജേഷ് ഇങ്ങനെ ഒരു അക്കാഡമിയായിട്ട് വരുമ്പോൾ ഇന്ത്യൻ ഹോക്കിക്ക് ഒരു സുവർണകാലം തിരിച്ചു വരികയായിരിക്കുമോ? ഇന്ത്യൻ ഹോക്കിക്ക് സുവർണകാലം തന്നെയാണ് എപ്പോഴും, അതാണ് ഫാക്ട്. കഴിഞ്ഞ 2 ഒളിമ്പിക്സിൽ 3rd പ്ലേസ് കൊണ്ട് കിട്ടിയ നമുക്ക് അതൊക്കെ വേറെ, ആ സ്റ്റാറ്റിസ്റ്റിക്കൽ ജഗ്ലറി അതങ്ങ് മാറ്റി വെച്ച് കഴിഞ്ഞാൽ ഇന്ത്യ ഹാസ് ഓൾവേസ് ബീൻ ഗ്രേറ്റ് ഇൻ ഹോക്കി. ഇന്ത്യക്ക് ഒരു മാച്ചില്ല, അതാണ് ഫാക്ട്. പിന്നെ ശ്രീജേഷ് അങ്ങനെ പറയാൻ പറ്റുമോ? നമുക്ക് 1ാം സ്ഥാനം കിട്ടുന്നില്ലല്ലോ, നമ്മുടെ സ്വന്തം ഗെയിമല്ലേ. നമ്മുടെ സ്വന്തം ഗെയിം എന്ന് പറഞ്ഞാൽ നമ്മൾക്ക് ഇത് ഇംഗ്ലണ്ടിനും ഇതേപോലെ തന്നെ പങ്കുണ്ട്. നമ്മൾ 1928 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ തുടങ്ങിയത്. 1928 മുമ്പ് നടന്ന ഒളിമ്പിക്സിലെല്ലാം ഇംഗ്ലണ്ടായിരുന്നു ഇത് ഈ ഒളിമ്പിക്സിൽ ഗോൾഡ് നേടിയിരുന്നത്. പിന്നെ 1928 നമ്മൾ പങ്കെടുക്കുന്നത്. അപ്പോൾ ഇവിടെ ഹോക്കി കൊണ്ടുവന്നതിൽ ഇംഗ്ലണ്ടിനും ഒരു പങ്കുണ്ട്. നമുക്ക് ക്രിക്കറ്റ് കൊണ്ടുവന്നത് ഇംഗ്ലണ്ടാണല്ലോ, അതേപോലെ ഹോക്കി ഈവൻ അതർവൈസ് ഇറ്റ് വാസ് ദെയർ. പക്ഷേ അവരുടെ നല്ല കോമൺവെൽത്ത് രാജ്യങ്ങളിലെല്ലാം ഹോക്കി ഉണ്ടോ? കോമൺവെൽത്ത് രാജ്യങ്ങളിലെല്ലാം ഒന്നുമില്ല. പക്ഷേ പല ഓസ്ട്രേലിയ അവരൊക്കെ ഈ പറഞ്ഞ കോമൺവെൽത്തിൽ പെട്ടാണല്ലോ. മിക്ക രാജ്യങ്ങളിലുണ്ട്. അവർക്ക് ഇംഗ്ലണ്ടിന് അവരുടെ താല്പര്യമുള്ള വിഷയം ക്രിക്കറ്റ് ആയിരുന്നെങ്കിലും അതേപോലെ തന്നെ ഹോക്കിയിലും കുറച്ച് താല്പര്യമുള്ളവരായിരുന്നു ബ്രിട്ടീഷുകാർ. പണ്ട് ഈ ക്രിക്കറ്റിനെ കുറിച്ച് പറഞ്ഞു കേട്ടിട്ടുണ്ട്. ഈ തമിഴ്നാട്ടിൽ ഈ വൈധവ്യം വന്ന സ്ത്രീകളുണ്ടല്ലോ, അവർ തലയൊക്കെ മുട്ടയടിച്ച് നിൽക്കും. അവരുടെ മുന്നിൽ പഴയ കാലത്തെ കഥയാണ്, പെൺകുട്ടികൾ ചെല്ലത്തില്ല. ചെന്നാൽ ഉടനെ ഇവർ തലയെ വെച്ച് കൈവച്ച് പറയുമായിരുന്നു, എന്നെപ്പോലെ നീയും വാന്ന് എന്ന് എവിടെയോ ഞാൻ വായിച്ചിട്ടുണ്ട്. കുറേ കാലം മുമ്പാണ്, പഴയ തമിഴ്നാട്ടിൽ എന്ന് പറയുന്ന പോലെ ബ്രിട്ടൻ മുടിഞ്ഞ് പണ്ടാറടങ്ങി. ബ്രിട്ടൻ അതുപോലെ എന്നെപ്പോലെ നീയും വാ എന്ന് പറഞ്ഞ് പഴയ കോമൺവെൽത്തിന് കൊടുത്ത ഒരു സംഭവമാണ് ഈ ക്രിക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ സാറ് പറഞ്ഞല്ലോ, ഇപ്പോൾ ക്രിക്കറ്റിൽ ഹോക്കിയിൽ വലിയ ഗുണമില്ല എന്ന് പറഞ്ഞല്ലോ. ഹോക്കിയുടെ ചരിത്രത്തിൽ നമുക്ക് ഒരു യുണീക്ക് പൊസിഷനുണ്ട്. 1928 നമ്മൾ പങ്കെടുക്കാൻ തുടങ്ങി. 1928 പങ്കെടുക്കാൻ തുടങ്ങി. മാത്രമല്ല അന്നോട്ട് 1956 വരെ കണ്ടിന്യൂസ് ആയിട്ട് ഇന്ത്യ തന്നെയായിരുന്നു ഒളിമ്പിക്സിൽ ഹോക്കി ചാമ്പ്യൻസ്. നമുക്കൊരു മാച്ചില്ലായിരുന്നു. ഈവൻ ഹിറ്റ്ലർ പോലും നമ്മുടെ കളി കണ്ട് പേടിച്ചിട്ടുണ്ട്. ഇംഗ്ലണ്ടിനെ നമ്മൾ പേടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഉള്ളൊരു പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഗോൾസ് ആർ ഡിസൈഡഡ് ബൈ പെനാൽറ്റി കോർണേഴ്സ്. പെനാൽറ്റി കോർണർ കിട്ടിക്കഴിഞ്ഞാൽ യൂറോപ്യൻ ടീംസിനെ സംബന്ധിച്ചിടത്തോളം അവരൊരു അടി അടിച്ചു കഴിഞ്ഞാൽ പന്ത് കാണാത്ത പോലെ നമ്മുടെ ആൾക്കാർക്ക് അതേപോലെ സാധിക്കില്ല. അതെന്തായിരിക്കും? അവരുടെ സ്റ്റാമിനയുടെ പ്രശ്നം. ഒരു സ്കില്ലുണ്ടായിരിക്കണം. സ്കില്ല് മാത്രമല്ല, ഈ അടിച്ച് പന്ത് കൊണ്ടു കഴിഞ്ഞാൽ കൊള്ളുന്നോടം കരുവാളിച്ച് നീല നിറമൊക്കെ ആവും. കാലിൻ്റെ ഇവിടെ അതെ, ചിലപ്പോൾ ഹെയർലൈൻ ഫ്രാക്ചറൊക്കെ ഈവൻ വലിയ ഫേമസ് പ്ലെയേഴ്സ് ലൈക്ക് ധൻരാജ് പിള്ള ഒരു പ്രാവശ്യം പാകിസ്ഥാനായിട്ട് കളിക്കുമ്പോൾ
പെനാൽറ്റി കോർണർ തടയാനായിട്ട് അങ്ങനെ ഓടി ചെല്ലുമ്പോൾ അവരൊരു അടി കൊടുത്തിട്ട് അങ്ങനെ ഹെയർലൈൻ ഫ്രാക്ചർ ഉണ്ടായി. അപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം ഫിസിക്കലി ഒക്കെ നമ്മൾ ബ്രിട്ടീഷുകാരായിട്ടോ അല്ലെങ്കിൽ യൂറോപ്യൻസായിട്ടോ അല്പം താഴെയാണ്. അതുകൊണ്ട് നമുക്ക് പെനാൽറ്റി കോർണറിൻ്റെ കാര്യത്തിൽ ഒരു വീക്ക്നെസ് ഉണ്ട്. അപ്പോൾ പെനാൽറ്റി കോർണറാണ് ഇന്ത്യയെ തോപ്പിക്കുന്നത്. ബാക്കി എല്ലാ ഫീൽഡിലും ബാക്കി എല്ലാ രീതിയിലും നമ്മൾ അവരെക്കാൾ ഭേദമാണ്. 1928 ആദ്യമായിട്ട് നമ്മൾ ഒളിമ്പിക്സിൽ പങ്കെടുക്കുന്നത്. അന്ന് ആംസ്റ്റർഡാം ഒളിമ്പിക്സിൽ ആണ് ഈ പോയത്. അന്ന് ബോംബെയിൽ നിന്നാണ് ഇവർ യാത്ര തുടങ്ങുന്നത്. അന്ന് ഫ്ലൈറ്റിന് ടിക്കറ്റ് എടുക്കാനൊന്നും പൈസ ഇല്ലായിരുന്നു, കപ്പലിലാണ് പോണത്. ഈ യാത്ര 1928 ഒളിമ്പിക്സിൽ പങ്കെടുക്കാൻ പോകുന്നതിന് മുമ്പ് ഈ ബോംബെയിൽ താമസിക്കുന്ന സമയത്ത് യാത്ര തുടങ്ങുന്നതിന് മുമ്പ് അവർ ബോംബെ ലോക്കൽ ടീമായിട്ട് ബോംബെയുടെ ടീമായിട്ടൊരു മാച്ച് കളിച്ചു, ഇന്ത്യൻ ഒളിമ്പിക് ടീം. അതിൽ ഇന്ത്യൻ ടീം 3-2 തോറ്റു. അപ്പോൾ ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് ഒന്ന് നോക്കണം. ഈ 1928 പോയി ഒളിമ്പിക്സിൽ ഒരു ഗോൾഡ് മെഡൽ നേടി. ആൻഡ് ഗോൾഡ് മെഡൽ വാസ് റീറ്റെയിൻഡ്. അത് എത്ര 1956 വരെ അറ്റ് സ്ട്രെച്ച് നമ്മൾ റീറ്റെയിൻ ചെയ്തു. അത്രയും വലിയ ടീമാണെന്ന് പറഞ്ഞിട്ടും ബോംബെയുടെ ലോക്കൽ ടീമിനോട് തോറ്റുപോയി. അപ്പോൾ ഇന്ത്യയിൽ പലയിടത്തും ഭയങ്കരമായ ടാലൻറ്റ് അവൈലബിൾ ആണ് ഹോക്കിയിൽ. പക്ഷേ ഈ പെനാൽറ്റി കോർണറിൻ്റെ ഒരു പോരായി കൊണ്ടാണ് നമ്മൾ തോക്കുന്നത്. 1928 അങ്ങനെ ഇന്ത്യയുടെ ടീം പോയി ആംസ്റ്റർഡാമിലേക്ക് നേരിട്ട് കപ്പലിലായിരുന്നു. അവർ ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങി. ഇംഗ്ലണ്ടിൽ പോയി ഇറങ്ങിക്കഴിഞ്ഞപ്പോൾ ബ്രിട്ടീഷുകാർ കൊളോണിയൽ മാസ്റ്റേഴ്സ് ആണല്ലോ, അതുകൊണ്ട് അവർക്ക് ഇന്ത്യൻ ടീമായിട്ട് കളിക്കാൻ പറ്റില്ല എന്നൊരു സ്റ്റാൻഡ് സ്വീകരിച്ച് ബ്രിട്ടീഷ് നാഷണൽ ടീം. പക്ഷേ അവിടെയുള്ള ടീമുകൾ ഇന്ത്യൻ ടീമായിട്ട് കളിച്ചു. എന്നിട്ട് ഇന്ത്യയുടെ കളി കണ്ടിട്ട് അതുവരെ എല്ലാ ഒളിമ്പിക്സിലും ചാമ്പ്യന്മാരായിരുന്ന ബ്രിട്ടൻ ഒരു തീരുമാനം എടുത്തു ഈ ഒളിമ്പിക്സിൽ പങ്കെടുക്കണ്ടെന്ന്. അവർ കളിച്ചില്ല. എന്നിട്ട് പേടിച്ചെന്ന് പറഞ്ഞാൽ പേടിച്ച് കിടുങ്ങിപ്പോയി. നമ്മളുടെ എന്തോ വിച്ച് ക്രാഫ്റ്റ് ആണ് എന്നുള്ള രീതിയിൽ അവർ കണ്ടിരുന്നത്. ആൻഡ് ഇൻ 1928 വി വൺ ഓൾ ദി മാച്ചസ്, വലിയ മാർജിനിൽ ജയിച്ചു. എന്നിട്ട് ആ ഒളിമ്പിക്സിൽ ഫസ്റ്റ് മാച്ച് തൊട്ട് ഫൈനൽ വരെയുള്ള എല്ലാ മാച്ചസിലും ഇന്ത്യ ജയിക്കുകയും ചെയ്തു. എല്ലാ മാച്ചും കളിച്ചിട്ട് ഒരു ഗോൾ പോലും ഇന്ത്യക്കെതിരെ അടിച്ചില്ല. ആ ഇന്ത്യൻ ടീമിനെതിരെയാണ് ബോംബെ ടീം 3-2 ലോക്കൽ ടീം. അപ്പോൾ ഇന്ത്യയിൽ എന്തുമാത്രം കഴിവ് കിടപ്പുണ്ട് ഹോക്കിയിൽ എന്നുള്ളത് ഇപ്പോഴായി കഴിഞ്ഞാലും ഇന്ത്യൻ ടീമിനൊപ്പം നിൽക്കുന്ന ടീംസ് ആയിരിക്കും ഇന്ത്യൻ റെയിൽവേസ്, ഇന്ത്യൻ എയർലൈൻസ് എന്നൊക്കെ പറയുന്ന ടീം. അപ്പോൾ ഇത്രയും ടാലൻ്റുള്ള ഒരു രാജ്യത്ത് നമ്മൾ കേരളത്തിലൊരു ഹോക്കി അക്കാഡമി തുടങ്ങുന്നതിനെ പറ്റി എനിക്ക് വലിയ പേഴ്സണലായിട്ടുള്ള അഭിപ്രായം പറയാണ്. എനിക്ക് വലിയ അഭിപ്രായമില്ല, വലിയ പ്രതീക്ഷയില്ല. കാരണം നമുക്ക് നമ്മുടെ രക്തത്തിൽ ഹോക്കി ഇല്ല. മലയാളിക്ക് ഹോക്കി ഇല്ല. ദർ ഇസ് നോ ഹോക്കി ഇൻ കേരള. അതാണ് ദി ഫാക്ട് ഓഫ് ദി മാറ്റർ. നമ്മൾ വേറെ ഭംഗിവാക്കൊന്നും പറയാതെ സത്യം പച്ചയായിട്ട് പറയുകയാണെങ്കിൽ ദർ ഇസ് നോ ഹോക്കി ഇൻ കേരള. അതാണ് അതിൻ്റെ ഫാക്ട്. പിന്നെ ഈ കേരളത്തിൽ നിന്നും നമുക്ക് ആകെ ഒളിമ്പിക്സിൽ മെഡൽ കിട്ടിയേക്കുന്നത് ഹോക്കിയിലാണെന്ന് പറയാം. പക്ഷെ അത് നേടിയിരിക്കുന്നത് ഗോൾ കീപ്പേഴ്സാണ്. അതായത് ബാക്കി 10 പ്ലെയേഴ്സും ഉപയോഗിക്കുന്ന സ്കില്ല് വേറെ പലതുമാണ്. ഹോക്കി ഗോൾ കീപ്പറുടെ അല്ല. അതായത് ബോൾ കൺട്രോൾ ഉണ്ട്, സ്റ്റിക്ക് വർക്ക് ഉണ്ട്, അതേപോലെ ഡ്രിബ്ലിംഗ് ഉണ്ട്, പാസിംഗ് ഉണ്ട്, സ്കൂപ്പിംഗ് ഉണ്ട്, അങ്ങനെ പല കാര്യങ്ങളും. അതേപോലെ ഫിസിക്കലി നല്ല ഫിറ്റായിരിക്കും. ഇങ്ങനെയൊക്കെ ഉള്ള കാര്യങ്ങളാണ് ബാക്കി 10 പ്ലെയേഴ്സിന് വേണ്ടത്. ഈ ഹോക്കി ഗോൾ കീപ്പർ ചെയ്യുന്ന വേറൊരു ജോലിയാണ്, മറ്റവരുടെ ഡ്രിബ്ലിങ്ങും അതൊന്നുമല്ല. അപ്പോൾ അതുകൊണ്ടാണ് കേരളത്തിൽ നിന്നൊരു ഗോൾ കീപ്പർ ചിലപ്പോൾ ഉണ്ടായേക്കാം, അതില്ലാന്ന് ഞാൻ പറയുന്നില്ല. ഇതിനു മുമ്പൊരു ഗോൾ കീപ്പർ, ഈ ശ്രീജേഷ് ഫേമസ് ആകുന്നതിന് മുമ്പൊരു ഗോൾ കീപ്പർ പെട്ടെന്ന് ഓവർനൈറ്റ് ഒറ്റ രാത്രി കൊണ്ട് ഫേമസ് ആയൊരു പ്ലെയർ ഉണ്ട്. അങ്ങേരുടെ പേര് മാനുവൽ ഫ്രെഡറിക്സ് എന്നാണ്. ഹി വാസ് ഫ്രം കണ്ണൂർ. കണ്ണൂരിൽ നിന്ന് പോയിട്ട് അദ്ദേഹം ഫേമസ് ആയ എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം നേവിയിലായിരുന്നു, ഇന്ത്യൻ നേവിയുടെ പ്ലെയർ ആയിരുന്നു. കണ്ണൂരുകാരനായിരുന്നു. പക്ഷേ മാനുവൽ ഫ്രെഡറിക്സ് ഇന്ത്യൻ നേവിയിലാണ് കളിച്ചിരുന്നത്. അപ്പോൾ ആ സമയത്ത് 1972 മ്യൂണിക് ഒളിമ്പിക്സിൻ്റെ സമയത്ത് ജർമ്മനിയിൽ നിന്നൊരു ടീം വന്നു. ജർമ്മൻ ടീമും ഇന്ത്യൻ ടീമുമായിട്ട് കളിച്ചു. ഇന്ത്യൻ ടീം തോറ്റുപോയി. അത് കഴിഞ്ഞപ്പോൾ അവർ ഇന്ത്യൻ ടീമായിട്ടുള്ള കളികളൊക്കെ കഴിഞ്ഞിട്ട് കുറച്ച് പ്രധാനപ്പെട്ട ഇന്ത്യൻ ടീംസായിട്ട് കളിച്ചു. അത് പറഞ്ഞാൽ സർവീസസ് ആയിരുന്നു, അതായത് എയർഫോഴ്സ്, ആർമി, നേവിയൊക്കെ കൂടിയ ടീം. അതിൻ്റെ ഗോൾ കീപ്പറായിരുന്നു കണ്ണൂർക്കാരൻ മാനുവൽ ഫ്രെഡറിക്സ്. ഈ സർവീസസിനെതിരെ ജർമ്മനിക്ക് ഒരു ഗോൾ അടിക്കാൻ പറ്റില്ല. അങ്ങനെയാണ് മാനുവൽ ഫ്രെഡറിക്സ് ശ്രദ്ധേയനായത്. ശരിക്കും ഇന്ത്യൻ ടീമിനെ അവർ പ്ലാൻ ചെയ്ത് വെച്ചിരുന്നില്ല. ഈ മാനുവൽ ഫ്രെഡറിക്സ് എന്ന് പറയുന്ന മലയാളി ഇല്ലായിരുന്നു. ഈ ഒരൊറ്റ മാച്ച് കൊണ്ട് അങ്ങനെ ഫേമസായി ഇന്ത്യൻ ടീമിൻ്റെ ഗോൾ കീപ്പറായിട്ട് മാറി. അങ്ങനെ 1972 മ്യൂണിക് ഒളിമ്പിക്സിൽ 3rd പ്ലേസ് കിട്ടി. അങ്ങർക്കും ഒരു ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. ശ്രീജേഷിന് ഒരു ഒളിമ്പിക് മെഡൽ കിട്ടിയിട്ടുണ്ട്. പക്ഷേ കേരളത്തിൽ കളിച്ച് വളർന്ന
ഒരു കളിക്കാരനും അതെ അതെ. ഈ വേറെ അല്ല, നമ്മുടെ കുട്ടികളൊന്നും ഒരിടത്തും ഹോക്കി കളിക്കുന്നതായിട്ട് നമ്മൾ കാണുന്നില്ല. ഒന്നുമില്ല. അതായത് എല്ലാവർക്കും ഒരു ലോക്കൽ ടാലന്റ് എന്ന് പറയുന്ന ഒരു ഏർപ്പാടുണ്ട്. നമ്മൾ ഫുട്ബോളിൽ നല്ലതാണ്, വോളിബോളിൽ നല്ലതാണ്, അതേപോലെ അത്ലറ്റിക്സിൽ നല്ലതാണ്. പി.ടി. ഉഷേനെ, ഷൈനി വിൽസനെയൊക്കെ നമുക്കറിയാമല്ലോ. അങ്ങനെയുള്ള ആൾക്കാരൊക്കെ കേരളത്തിൽ നിന്നുണ്ട്. പക്ഷേ ഹോക്കിയിൽ വി ഹാവ് നോ ടാലന്റ്. അതാണ് അതിൻ്റെ ഫാക്റ്റ്. മാത്രമല്ല, ഇനിയിപ്പോൾ നല്ലൊരു പ്ലെയർ ധ്യാൻചന്ദിനെ പോലെയുള്ള ആളുണ്ടായാൽ പോലും ശ്രദ്ധിക്കപ്പെടാൻ പോകുന്നില്ല കേരളത്തിൽ നിന്ന്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഈ ടീം പോയി കഴിഞ്ഞിട്ട് സെൻറ്ററിൻ്റെ അപ്പുറത്തേക്ക് പന്ത് കയറി പോകണ അവിടെ മറ്റേ പെനാൽറ്റി കോർണർ ഏരിയയിൽ ചെന്നാൽ ഗോൾ അടിക്കാൻ പറ്റും. ഗോൾ അടിക്കുന്ന പ്രശ്നമില്ല, ഒരു ചാൻസ്. പക്ഷേ നമ്മുടെ ഗോൾ കീപ്പറിന് കുറച്ച് ഷൈൻ ചെയ്യാൻ ചാൻസും കിട്ടും. കാരണം എപ്പോഴും നമ്മുടെ പെനാൽറ്റി ഏരിയയിലായിരിക്കും. അപ്പോൾ അതുകൊണ്ട് നമ്മളിവിടെ ഈ കഷ്ടപ്പെട്ട് ഇങ്ങനെ ഇതിന് വേണ്ടിയിട്ട് കഷ്ടപ്പെടുന്നതിൽ വലിയ കഥയില്ല. പിന്നെ ഇമ്പോസിബിൾ ഈസ് എ വേർഡ് ഫൗണ്ട് ഇൻ ദി ഡിക്ഷണറി ഓഫ് ഫോഴ്സ് എന്നൊക്കെയുള്ള ആ ഓപ്റ്റിസം വെച്ച് വേണമെങ്കിൽ ചെയ്യാം, അത്രേ ഉള്ളൂ. മാത്രമല്ല, ഇന്ത്യയുടെ പല ഭാഗങ്ങളും ഉണ്ട് ചില ലോക്കൽ ടാലൻറ്റ് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പോൾ പഞ്ചാബിൽ സൻസാർപൂർ എന്ന് പറഞ്ഞൊരു ഏരിയ ഉണ്ട്, വില്ലേജ്. അവിടെ നിന്നാണ് ഇന്ത്യൻ ടീമിൽ പല പ്ലെയേഴ്സും വന്നിരിക്കുന്നത്. പിന്നെ ഞാൻ പറഞ്ഞില്ലേ, ബോംബെ ടീം ഇന്ത്യൻ ടീമിനെ തോപ്പിച്ച ചരിത്രം പറഞ്ഞില്ലേ, ഒളിമ്പിക് ഹോക്കി മെഡലിസ്റ്റ്. പിന്നെ അതേപോലെ തന്നെ ഈ ഒറീസയും ജാർഖണ്ഡും കൂടിയ ആദിവാസി ബെൽറ്റ് ഉണ്ട്, ആദിവാസി ബെൽറ്റ്. അപ്പോൾ 1928 ഇന്ത്യക്ക് ആദ്യത്തെ ഗോൾഡ് മെഡൽ കിട്ടിയപ്പോൾ ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ ഒരു ആദിവാസിയായിരുന്നു, ജയ്പാൽ സിംഗ് എന്ന് പറഞ്ഞു. പിന്നെ ഈ മാനുവൽ ഫ്രെഡറിക്സിന് ഇത് കിട്ടിയല്ലോ, അപ്പോൾ ഓട്ട് മെഡലോ എന്താ, അത് 3rd പ്ലേസ് കിട്ടിയപ്പോൾ അന്ന് ഇന്ത്യയുടെ സ്റ്റാർ ഡിഫൻഡർ മൈക്കിൾ കിൻഡോ എന്ന് പറയുന്ന ആൾ ആദിവാസിയായിരുന്നു. പിന്നെ വളരെയധികം വർഷങ്ങൾ ഇന്ത്യയുടെ ക്യാപ്റ്റനായിരുന്ന ദിലീപ് തിർക്കി എന്ന് പറഞ്ഞ ഒരാളുണ്ടായിരുന്നു, അയാൾ ആദിവാസിയായിരുന്നു. പിന്നെ ഇപ്പോൾ ഇംഗ്ലണ്ടായിട്ട് ഈ പ്രാവശ്യം ഒളിമ്പിക്സിൽ കളിക്കുന്നതിൻ്റെ ഇടയ്ക്ക് ഒരാൾ റെഡ് കാർഡ് കാണിച്ച് പുറത്ത് വിട്ടിരുന്നു, അങ്ങേരെ ആദിവാസിയായിരുന്നു. അപ്പോൾ ആദിവാസികളുടെ നല്ലൊരു റിച്ച് ടാലൻ്റ് ഉണ്ട്. പിന്നെ ബോംബെയിലൊക്കെ പണ്ട് കാലങ്ങളിൽ ഒരുപാട് ആംഗ്ലോ ഇന്ത്യൻസ് ഉണ്ടായിരുന്നു, നല്ല പ്ലെയേഴ്സ് ഉണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ഓരോ ഏരിയയുടെ കൺഫൈൻഡാണ് നല്ല സ്കില്ലുള്ള ആൾക്കാർ. ഇപ്പോൾ ബംഗാളിൽ നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്, കേരളത്തിൽ നല്ല ഫുട്ബോൾ പ്ലെയേഴ്സ് ഉണ്ട്. പക്ഷേ നമുക്ക് ഹോക്കി കേരളം വിട്ടാൽ തമിഴ്നാട്ടിലൊക്കെ ഉണ്ട്. 1980 ഇന്ത്യയുടെ ക്യാപ്റ്റൻ ഭാസ്കരൻ എന്ന് പറയുന്നത് തമിഴനായിരുന്നു, ധൻരാജ് പിള്ളൈ സൗത്ത് ഇന്ത്യനാണ്. അങ്ങനെ മറ്റ് സ്റ്റേറ്റുകളിലുണ്ട്. പക്ഷേ കേരളത്തിൽ ഈ ഹോക്കി എന്ന് പറയുന്ന ഏർപ്പാട് കാര്യമായിട്ടില്ല. പിന്നെ അതേസമയം ഇന്ത്യയുടെ സ്റ്റാൻഡേർഡ് വളരെ ഹൈ ആണ്. അത് നമുക്ക് ഈ അഖിലസ് സീൽ എന്ന് പറയുന്ന ഏറ്റവും ഒരു പോരായ്കയുള്ളത് ഇതാണ്, നമുക്ക് പെനാൽറ്റി കോർണർ കൺവേർട്ട് ചെയ്യാനുള്ള കായികക്ഷമതയുള്ള ആൾക്കാരില്ല എന്നുള്ളതാണ് പ്രശ്നം. 1972 ഭയങ്കര ഹൈ വോൾട്ടേജ് മാച്ചായിരുന്നു ഇന്ത്യ പാകിസ്ഥാൻ, ബംഗ്ലാദേശ് വാർ കഴിഞ്ഞ ഉടനെ സെമി ഫൈനലിൽ. അതിൽ ഇന്ത്യക്ക് 7 പെനാൽറ്റി കോർണർ കിട്ടിയായിരുന്നു. പക്ഷെ നമുക്ക് ഒന്നുപോലും ഗോളാക്കാൻ പറ്റിയില്ല. മറ്റവർക്ക് കിട്ടുന്നത് അവർ ഗോളാക്കും. അങ്ങനെ ഇന്ത്യയെ തോപ്പിച്ചു പാകിസ്ഥാൻ അന്ന്. 7 പെനാൽറ്റി കോർണേഴ്സ് നമുക്ക് കിട്ടിയിട്ട് പോലും 2-0 അവർ ജയിച്ചു. അപ്പോൾ ആ കഥ ഇപ്പോഴും തുടരുകയാണ്. ഇപ്പോൾ ഈ ഒളിമ്പിക്സിലെ മാച്ചസൊക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ മറ്റവർക്കൊക്കെ കിട്ടിയിരിക്കുന്നതിനേക്കാൾ കൂടുതൽ പെനാൽറ്റി കോർണേഴ്സ് നമുക്ക് കിട്ടുന്നു, നമ്മൾ കൺവേർട്ട് ചെയ്യുന്നില്ല. അതാണ് നമ്മുടെ അക്ലസ്. അപ്പോൾ ഹോക്കിയിൽ നമ്മൾ കുറേ ഇനി പരിഹരിക്കാനുണ്ട്. കേരളത്തിലാണെങ്കിൽ ഒരു ഹോക്കി സാക്ഷരത ഉണ്ടായി വരണം. അതുണ്ടായി വരണം. അത് മാത്രമല്ല, ഇപ്പോൾ ശ്രീജേഷ് ഹീസ് എ ഗ്രേറ്റ് പ്ലെയർ, ആൻ ഇമ്മോർട്ടൽ പ്ലെയർ. അതൊക്കെ സമ്മതിക്കുന്നു. ശ്രീജേഷ് വേറെ എവിടെയെങ്കിലും പോയിട്ട് ഇപ്പോൾ ഇന്ത്യൻ ജൂനിയർ ടീമിൻ്റെ കോച്ചാകാനൊക്കെ അദ്ദേഹത്തോട് പറയുന്നുണ്ടെന്നാണ്. അത് 2 കൈ നീട്ടി സ്വീകരിക്കുകയാണെങ്കിൽ സന്തോഷം. കേരളത്തിൽ ഈ കോച്ചെന്നും പറഞ്ഞ് ഇവിടെ നടന്നു കഴിഞ്ഞിട്ട് നമുക്കൊരു പ്ലെയേഴ്സിനെ കോൺട്രിബ്യൂട്ട് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ അത് ശ്രീജേഷിനെ ചീത്തപ്പേരാവും. ഇപ്പം തന്നെ അവിടെ എന്തോ പണത് വെച്ചിട്ടുണ്ട്. അവിടെ ജേഴ്സി പശുക്കൾ വളർത്തിയ ആൾക്കാർ പാല് ഇറക്കാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനിയും കൂടുതൽ പ്രശ്നമാവും കേരളത്തിൻ്റെ ഒരു അക്കാഡമി തുടങ്ങി. അതാണ് എൻ്റെ അഭിപ്രായം. ശ്രീജേഷ് ഇത് കേൾക്കട്ടെ. അതെ, ശ്രീജേഷ് നമ്മുടെ നാട്ടുകാരനും കൂടിയാണ്. അതെ അതെ. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.